അങ്ങനെ വെനസ്ഡേ ആയി. ഈ 2 days കൂടി ഉണ്ട് ട്രാമ്പിങ് തീരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനിയിപ്പോൾ തേഴ്സ്ഡേക്കുള്ള വർക്കിൻ്റെ പ്രിപ്പറേഷനിലൊക്കെയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ വെനസ്ഡേ മോർണിംഗ് തന്നെ ഫസ്റ്റ് ലൊക്കേഷനൊക്കെ എത്തി DHL എത്തി. മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ അവിടെ നിന്ന് സാധനമൊക്കെ ലോഡ് ചെയ്തിട്ട് പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് ഒരു സിമെൻറ്റ് മിക്സ് ചെയ്യുന്ന ഫാക്ടറിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക്. അതൊരു എടാകുടം പഠിച്ച സ്ഥലത്ത് കാർന്ന് ഡെലിവറി ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ പോകുമ്പോൾ ചെറിയൊരു ഫൈനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വേ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അവിടെ. മാപ്പ് ചെറിയൊരു പണിയെന്ന്. അപ്പോൾ നമ്മൾ എന്ത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവിടെയാണ് എടുത്ത്. ക്യാമറ ഉണ്ടായിരുന്നു. ചിലപ്പോൾ 100 pound മുതൽ 1000 pound വരെ ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് നാട്ടിലൊരു 12,000 to ഒരു more than 1 lakh ഫൈൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയില്ല, ചിലപ്പോൾ വരാതിരിക്കട്ടെ. അതിൽ കഴിഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് വന്ന് അവിടെ നിന്ന് നമ്മൾ സ്റ്റീൽ കേജ് എടുക്കാറുണ്ടായിരുന്നു. അതെടുത്ത് അതൊരു മാഞ്ചസ്റ്ററിക്കായിരുന്നു. 4 hours ആയിരുന്നു നമുക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഉള്ള യാത്ര ആയിരുന്നു. മാക്സിമം ഇന്നൊരു 3 hours ഡ്രൈവിങ് ലെഫ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആടെ മോർണിംഗ് ഞാൻ ഓൺ ദ വേയിൽ കണ്ടിരുന്ന ഒരു 4 ട്രക്ക് കൂട്ടിയിടിച്ച സംഭവം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് M1 ഒരു സൈഡ് മൊത്തം ബ്ലോക്ക് ചെയ്തവർ ഒരു എക്സിറ്റിക്ക് ആക്കി. അപ്പോൾ 4 ലൈൻ പോണ വണ്ടികളൊക്കെ ഒരു ലൈനിൽ കൂടെ പോണത്. അപ്പോൾ ഏകദേശം 3 hours, more than 3 hours 30 minutes ബ്ലോക്കിൽ പെട്ട് മാത്രം കിടന്ന്. അപ്പോൾ ടൈം ഏകദേശം തീരാറായി. അപ്പോൾ കഷ്ടിച്ച് നമ്മൾ എങ്ങനെയോ സർവീസ് സ്റ്റേഷൻ എത്തി. കുറേ നിലവിരുന്നിരുന്ന് അപ്പോൾ പാട്ടൊക്കെ വെച്ചുള്ള പരിപാടിനെ കാണുന്നത്. നല്ല മൂടായിരിക്കുമ്പോൾ വെക്കണ പാട്ട്, ഇങ്ങനത്തെ പാട്ടൊക്കെ എനിക്ക് മോഹൻലാലിൻ്റെ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പകലായപ്പോൾ കയറിയാണ് നമ്മ. രാത്രിയായിട്ടും ഒരു അനക്കമില്ല. അപ്പോഴേക്കും നമ്മൾ ട്രക്കൊക്കെ ഏകദേശം ക്ലീൻ ചെയ്യാൻ ഉണ്ടായിരുന്നു. കാരണം പുതിയ ട്രക്ക് ആയതുകൊണ്ട് നമ്മൾ എല്ലാ സാധനവും വണ്ടിയിലാണ് ഇട്ടിട്ട് നമ്മൾ പോന്നേക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് അന്നത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആയിരുന്നു. സിനിമ കണ്ട് നേരെ ഉറക്കത്തിലേക്ക്. പിന്നെ ഏർലി മോർണിംഗ് 6 o'clock വണ്ടി എടുക്കേണ്ടത് തോന്നുന്നത്.